എന്താ പുറത്ത് വന്നിരിക്കുന്നേ? ആ, അകത്ത് വന്നിരുന്ന നമ്മളെയൊക്കെ കാണുമല്ലോ. ഇതാവുമ്പോഴത്തേക്ക് ആ പ്രശ്നമില്ല. എന്റെ പൊന്നല്ലേ ചൂസേ, ഞാൻ ഇവിടെ മനസ്സമാധാനത്തോടെ വന്നിരിക്കുകയല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വന്നെ ചൊറിയണേ? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. അയ്യാ, ശ്രദ്ധിച്ചിട്ടില്ലേ, ഞാൻ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ആരായിട്ടാ? അമ്മൂമ്മയായിട്ട്. കാരണം എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടം അമ്മൂമ്മേനെ. ജ്യൂസ് കുടി. എനിക്കൊന്നും വേണ്ട. കുടിക്കുന്ന കുടിക്കണോ? ഞാൻ ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? വലിയ തരക്കേടില്ല. എങ്ങനെ? വലിയ തരക്കേടില്ല. എന്നാലും കൊള്ളാന്ന് പറയരുത് കേട്ടാ. അത് സമ്മതിച്ചതാണേ. എന്ത്? അത് കൊള്ളാവുന്ന ജ്യൂസ്. ജ്യൂസാ? ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, അങ്ങ് സമ്മതിച്ചേക്ക്. സത്യം പറഞ്ഞാ എന്താണ്? ശരിക്കും നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്തോ? അതാണ്, അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വരെയത്. ശരിക്കും നമ്മൾ തമ്മിൽ എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം പറ. അല്ല, ഒരു കാര്യം ചെയ്യ്, അത് വിടും. ലച്ചൂസേ, ഈ കൂട്ടുകുടുംബത്തില് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ? അങ്ങനെ പറയാൻ കാരണം? അല്ല, പലവിധം തിരക്കുകൾ കാരണം പരസ്പരം ശ്രദ്ധിക്കാൻ പറ്റിയെന്നൊക്കെ വരില്ല. അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ ശ്രദ്ധിക്കണം എന്നുള്ളൊരു തോട്ട് വന്നത്. ദാറ്റ്സ് കോൾഡ് ബാലൻസിങ്. എന്തെങ്കിലും പറ. ഒന്നുമില്ലടി, ഞാൻ നിന്നെ നോക്കിയതല്ലേ. ലച്ചൂസേ, നീ ഇപ്പം പഴയ പോലെ ആഹാരമൊന്നും കഴിക്കുന്നില്ലല്ലേ? നല്ലോണം മെലിഞ്ഞിരിക്കണു എന്നാണോ പറയാൻ വന്നേ? അതെ. എന്റെ പൊന്നു സിദ്ധു, ഞാൻ കഴിക്കുന്നൊക്കെ നീ കാണുന്നില്ലേ? ശരീരത്ത് പിടിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഒരുമാതിരി പ്രത്യേക തരം ബോഡി ടൈപ്പ് ആണ് എന്റെ. എത്ര കഴിച്ചാലും പിടിക്കൂല. പിന്നെ നീയും പഴയതുപോലെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. വന്ന സമയത്ത് എന്തായിരുന്നു? നാടൻ ഭക്ഷണം, വീട്ടിലെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് അമ്മൂമ്മനെ കൊണ്ട് എല്ലാ ഫുഡും ഉണ്ടാക്കിപ്പിക്കും. ഇപ്പോഴോ കഴിക്കാൻ വിളിച്ചാൽ പോലും വരൂല. എന്താന്ന് അറിയത്തില്ല, ഭക്ഷണത്തിനോടൊന്നും ഒരു താല്പര്യം ഫീൽ ചെയ്യുന്നു. കടയിൽ പോയ ടീംസ് വരുന്നുണ്ടല്ലോ. ഇവരോട് പോയാലും കടയിലാ. സാധനങ്ങളൊക്കെ മേടിച്ചാ? ഈ കൊച്ചിന്റെ കൂടെ ഉണ്ടല്ലോ ഒരിടത്ത് പോകാൻ കൊള്ളത്തില്ല. ഏതേലും കടയിലൊക്കെ കേറിയാലേ ഇങ്ങനെ നോക്കിക്കൊണ്ട് കാഴ്ച കണ്ടോണ്ട് നിൽക്കും, വിളിച്ചാലും വരത്തില്ലെന്നേ. இதனாலதான் நான் எல்லா பொருளும் வாங்குறதுக்கு தனியா போறேன், உங்க கூட வராம இருக்கேன். തനിയെ പോകുന്ന എന്താണെന്നറിയോ? നമ്മളൊരു കടയിൽ ചെന്നിപ്പോ ഒരു സാധനം മേടിക്കുവാന്നെങ്കിൽ എങ്ങനെ, ഉദാഹരണത്തിന് ഉള്ളി മേടിക്കുവാന്ന് കൂട്ടും, നമ്മൾ 1 കിലോ ഉള്ളി എടുത്ത് കൊടുത്ത് തൂക്കാൻ പറയും. ഇതങ്ങനല്ല. ഒരു ഉള്ളി എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ അത് നോക്കി അതിന്റെ ചന്തം നോക്കി നമുക്ക് ദേഷ്യം വരും. என்னமா அது? இந்த பொருள் எல்லாம் எங்க ஊர்ல இருந்து தானே வருது, அதனால இதெல்லாம் எனக்கு பார்த்து வாங்க நல்லா தெரியும், அதனாலதான் நான் பார்த்து பார்த்து வாங்குவேன். പറഞ്ഞു ജയിക്കാൻ കനകത്തിനെ കഴിഞ്ഞേ ഉള്ളൂ, വേറെ ആരും. ബാക്കി ഞാൻ അവിടെ വന്നിട്ട് തരാം കേട്ടോ. ബാ ഇങ്ങോട്ട്. ஐயோ, இன்னைக்கு என்ன நல்லா திட்ட போறாங்க. நான் போயிட்டு வரேன். ലച്ചൂസേ, ശരിക്കും കനകാന്റി നമ്മുടെ കുടുംബാംഗമല്ലേ? പിന്നെ അങ്ങനെയാണല്ലോ. എവിടെയോ കിടന്ന നമ്മൾ ഒന്നായില്ലേ? എവിടെയോ കിടന്ന ഞാൻ നിങ്ങളുടെ എത്തിയില്ലേ? എല്ലാം ഒരു നിഷേധം. നിഷേധോ? നിയോഗം. അമ്മൂമ്മ പറയുന്നതായിട്ട് ഓരോന്നൊക്കെ പറയുന്ന, പക്ഷെ സ്പെല്ലിങ് മാറിപ്പോയി. അതെ, നമുക്ക് കുഴിപ്പുറത്ത് കൊണ്ട് ഇവിടെ നിക്കാം. അത് കൊള്ളാം. എല്ലാം നീ തന്നെ പറയുന്ന. നീ വഴക്കുണ്ടാക്കിപ്പിക്കാൻ നിക്ക. സിധു, നോക്കേ ആ പാറമടയുടെ അവിടെ ഒരു നടന്നിട്ട് വന്നത്. ഞാനും വരുന്നോ? ഞാനും വരണ്ട, കയറി പോവാൻ നോക്ക്.
പറയും കുരുവികളും കാറ്റും കടലലയും കഥയറിയാ കോകിലവും കാതിൽ കളി പറയും കാതിൽ കളി പറയും കഥ പറയും